ഈ മെഡലിന് ഒരു കഥയുണ്ട്. ബഹ്റൈനെ ഒളിമ്പിക്സ് ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ ബഹ്റൈന്റെ ആദ്യ സ്വർണ്ണ മെഡലാണിത്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വനിതകളുടെ 1500 മീറ്ററിൽ മറിയം ജമാലാണ് ബഹ്റൈന് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത്. ബഹ്റൈന്റെ ഒളിമ്പിക്സ് ചരിത്രത്തിലെ ആദ്യ മെഡൽ നേട്ടം കൂടിയായിരുന്നു അത്. അവിടുന്ന് അങ്ങോട്ട് ഒളിമ്പിക്സിൽ ബഹ്റൈൻ നേടിയ മെഡലുകളും സുവനീറുകളും അടക്കമുള്ള പ്രൗഢമായ നേട്ടങ്ങളുടെ നേർക്കാഴ്ചയാണ് ഏഷ്യൻ യൂത്ത് ഗെയിംസ് വേദിയായ ബഹ്റൈനിലെ എക്സിബിഷൻ വേൾഡിൽ ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ഇത്തരം നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം പങ്കെടുത്ത ലോക കായിക ഇവന്റുകളുടെ അടക്കമുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എക്സ്പോയിൽ ഏറ്റവും ശ്രദ്ധേയമായത് ബഹ്റൈൻ നേടിയ ഒളിമ്പിക് മെഡലുകളുടെ പ്രദർശനം തന്നെയാണ്. ഒളിമ്പിക് മെഡലുകൾ പോലെയുള്ള അപൂർവ കാഴ്ചകൾ കായിക പ്രേമികൾക്ക് നേരിട്ട് കാണാനുള്ള അവസരം കൂടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. This is a small export in Bahrain, in this Asian game. This is the all original Olympic medals that we have here. We are so proud about all Bahraini. They get this for Bahrain. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ മറിയം ജമാലിലൂടെ ബഹ്റൈൻ സ്വന്തമാക്കിയ ആദ്യ സ്വർണം മുതൽ 2016 റിയോ ഒളിമ്പിക്സ്, 2020 ടോക്കിയോ ഒളിമ്പിക്സ്, ഏറ്റവും ഒടുവിലായി 2024 പാരീസ് ഒളിമ്പിക്സിൽ വിൻഫ്രഡ് യാവി നേടിയതടക്കമുള്ള എല്ലാ മെഡലുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഏഷ്യൻ ഗെയിംസ് ചരിത്രത്തിലെ ബഹ്റൈന്റെ പ്രാതിനിധ്യത്തെ അടയാളപ്പെടുത്തുന്ന വർഷങ്ങൾ പഴക്കമുള്ള രേഖകളും ഇവിടെയുണ്ട്. 1951 മുതലുള്ള ഗെയിംസുകളുടെ അപൂർവ സുവനീറുകളും ഒളിമ്പിക്സ് അടക്കമുള്ള കായിക ഇവന്റുകളിൽ ബഹ്റൈനേന്ത്യ ദീപശിഖകളും ഇവിടെ എത്തുന്നവരെ ആകർഷിക്കുന്നവയാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ബഹ്റൈന്റെ കായിക മേഖലയ്ക്കുണ്ടായ വളർച്ച അത്ഭുതകരമാണ്. അതുതന്നെയാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. ബഹ്റൈനിലെ ഏഷ്യൻ യൂത്ത് ഗെയിംസ് വേദിയായ എക്സിബിഷൻ വേൾഡിൽ നിന്നും ഷെഫി ഷാജഹാൻ, മീഡിയ 1.